പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രീതികളിലൊക്കെ നമ്മളെ സ്വാധീനിച്ച ഒരു സ്ഥലമാണ് ഈ ഫിൻലാൻഡ് എന്ന് പറയുന്നത്. അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ അധ്യാപകന്മാരെ നോക്കിയിരിക്കുന്ന രീതിയിലുള്ള അല്ല, അവരെല്ലാവരും കൂടി വട്ടത്തിലിരുന്ന് കണ്ട് അധ്യാപകൻ ഒരു ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുക, 3 ഗ്രൂപ്പായി തിരിച്ചിട്ട് ഈ കുട്ടികൾ സ്വയം ഇരുന്ന് കണ്ട് സ്വയം ഉത്തരങ്ങളും ചോദ്യങ്ങളും അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു രീതി. എനിക്ക് തോന്നുന്നു ഫിൻലാൻഡിൻ്റെ വിദ്യാഭ്യാസ രീതി ലോകം മുഴുവൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് അവിടെ 17 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഒരു പൊതുപരീക്ഷ പോലും തുടങ്ങുന്നത്. ഈ കുട്ടികൾക്ക് അമിതമായ ഭാരം ഏൽപ്പിക്കാതെ ലേൺ ബൈ ഡൂയിങ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലിപ്പോൾ ഉണ്ട്. ഒത്തിരി ഇങ്ങനെയുള്ള മോണ്ടിസോറി വിദ്യാഭ്യാസ രീതികളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ആളുകൾ ഇപ്പോഴും ആ തരത്തിലേക്ക് വളർന്നിട്ടില്ല. ഞാൻ അത്ഭുതപ്പെടുന്നത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു കിൻഡർ ഗാർട്ടനിൽ അല്ലെങ്കിൽ ഒരു LKGയിലേക്ക് ഒരു കുട്ടിക്ക് അഡ്മിഷന് വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് നടത്തുന്നുണ്ട്. എന്താണ് ആ എൻട്രൻസ് ടെസ്റ്റിൽ അതിൻ്റെ അധികാരികൾ ഈ കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരു കുട്ടി ജനിച്ചിട്ട് ആദ്യമായിട്ട് അറിവ് കിട്ടാൻ വേണ്ടി, അറിവ് നേടാൻ വേണ്ടിയിട്ട് അവർ പോകുന്ന ആദ്യത്തെ സ്ഥലമാണത്. അവിടെ അവർക്കൊരു പരീക്ഷണം നിർത്തുകയാണ്. നിങ്ങൾ എന്ത് അളവുകോലാണ് ഈ കുട്ടീൻ്റെ അടുത്ത് എടുക്കുന്നത്? കുട്ടിക്കെല്ലാം അറിയുമെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോകണം വിദ്യാലയത്തിലേക്ക്. അപ്പോൾ ഇതൊന്നും തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ വേറൊരു നാട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടുത്തെ മാറ്റങ്ങളിലാണ് നമ്മൾ അത്ഭുതം കണ്ടെത്തുന്നത്.